നമ്മൾ തിരിച്ചുവരും. കേരളവും UDF മുന്നണിയും ഈ വാക്കുകൾ മറക്കില്ല. 2021 കനത്ത പരാജയത്തിനു പിന്നാലെ അധികാരം നഷ്ടപ്പെട്ട് പതറി നിന്ന UDF പ്രവർത്തകരോട് പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റ് VD സതീശൻ പറഞ്ഞ വാക്കുകൾ. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF രണ്ടാമതും കേരളത്തിൽ അധികാരത്തിൽ വന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് സതീശനെ പ്രതിപക്ഷ നേതാവായി നിയമിച്ചത്. പാർട്ടിക്കുള്ളിലെ തലമുറ മാറ്റത്തിന്റെ ഭാഗമായ തീരുമാനം. പാർട്ടിയെ നയിക്കുക എന്നത് മാത്രമല്ല, അണികളിൽ അണഞ്ഞുപോയ ആത്മവിശ്വാസം വീണ്ടെടുക്കുക എന്ന കർത്തവ്യവും സതീശനുണ്ടായിരുന്നു. അവിടെ നിന്ന് അയാൾ തുടങ്ങി. ഒട്ടും എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ. കേഡർ സ്വഭാവമുള്ള പാർട്ടിയെ നയിക്കുന്നതുപോലെ അത്ര ലാഘവത്തോടെ പറ്റില്ല കോൺഗ്രസ് പോലെ അഭിപ്രായ സ്വാതന്ത്ര്യം അധികരിച്ചുപോയ പാർട്ടിയെ മുന്നോട്ട് നടത്തുക എന്നത്. ഓരോ ഘട്ടത്തിലും വിയോജിക്കുന്നവരുടെ നീണ്ട നിരയാകും മുന്നിൽ. വെട്ടിയും നിരത്തിയും സമവായം പിടിച്ചും പ്രതിരോധിച്ചും ഒഴിഞ്ഞുമാറിയും അതിസാഹസികമായ മുന്നേറ്റം. പടലപ്പിണക്കങ്ങളെയും വാക്കുതർക്കങ്ങളെയും മറികടന്ന രാഷ്ട്രീയ തന്ത്രം. രാഷ്ട്രീയ എതിരാളികൾ പരിഹസിച്ചു തള്ളിയ ആത്മവിശ്വാസ പ്രകടനങ്ങൾ. 100 സീറ്റുകൾ, 12 മന്ത്രിമാരുടെ തോൽവി തുടങ്ങി സ്ഥാനാർത്ഥി തർക്കത്തിന്റെയും മുഖ്യമന്ത്രി വിവാദത്തിന്റെയും ഇടയിൽ നിന്ന് സതീശൻ നടത്തിയ പ്രഖ്യാപനങ്ങളെ കൂടെ നിന്നവരടക്കം പുച്ഛിച്ചു തള്ളി. സൈബർ ഇടങ്ങളിൽ അതുവച്ച് ട്രോൾ മഴ. നുണേശൻ എന്ന വിളിപ്പേരിലൂടെ നേരത്തെ മുതൽ വന്നുചേർന്നിരുന്ന അപമാനങ്ങൾ വേറെയും. പക്ഷേ തളർന്നില്ല. VD സതീശൻ എന്ന നേതാവിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളും പ്രതിപക്ഷ നേതാവിന്റെ ഉറക്കമൊഴിഞ്ഞ പ്രവർത്തനവും കേരളത്തിൽ കോൺഗ്രസിന് ജീവൻ പകർന്നു. പാലക്കാടും നിലമ്പൂരും പുതുപ്പള്ളിയിലും നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ നിർണായക ഘട്ടങ്ങളിൽ വാഗ്ദാനം നിറവേറും എന്നതിന്റെ വ്യക്തമായ സൂചന സതീശന്റെ നേതൃത്വം നൽകിയിരുന്നു. അവിടെയും തീർന്നില്ല. ആത്മവിശ്വാസത്തിന്റെ പരകോടിയിൽ നിന്ന് സതീശൻ വീണ്ടും നൽകി വാഗ്ദാനങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റുകളിൽ വിജയം. ഞങ്ങൾ 100-ലധികം സീറ്റുമായി ഞങ്ങൾ അധികാരത്തിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 1 ഡസൻ മന്ത്രിമാരുടെ തോൽവി ഉൾപ്പെടെ ഇടതിന്റെ പരാജയം. എന്തിന്? ഇനി തോറ്റുപോയാൽ താൻ രാഷ്ട്രീയ വനവാസത്തിനെന്ന പ്രഖ്യാപനം. UDFനെ തകർപ്പൻ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസം സ്വീകരിക്കും. നിങ്ങളിനെ എന്നെ കാണില്ല, അത് ഞാൻ അംഗീകരിക്കുന്നു. അവിശ്വാസത്തോടെ നോക്കിയവരെ അമ്പരപ്പിച്ച് അയാൾ ആ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നിറവേറ്റി. രാഷ്ട്രീയ വനവാസം ആഘോഷിക്കാൻ കാത്തിരുന്നവരുടെ ഇടയിലൂടെ നടന്നു കയറി. വാക്ക് പാലിച്ച നായകനായി 102 സീറ്റുകൾ നേടി UDF കേരളത്തിൽ ചരിത്ര വിജയം നേടി. കണ്ണൂരിലടക്കം ഇടതുകോട്ടകൾ തകർന്നടിഞ്ഞ UDF തരംഗം. സതീശൻ പറഞ്ഞ പോലെ കേരളം വിസ്മയങ്ങൾക്ക് സാക്ഷിയായി. നമുക്ക് നമ്മുടെ കേരളത്തിനൊരു മാറ്റമുണ്ടാക്കണം. സതീശന്റെ രാഷ്ട്രീയ നിലപാടുകൾ എപ്പോഴും വിട്ടുവീഴ്ചയില്ലാത്തതായിരുന്നു. അത് സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെയാണെങ്കിലും. രാഹുലിന്റെ കാര്യത്തിൽ എങ്ങനെ ഒരു മടങ്ങിവരവ് ഉണ്ടാവുമോ? വർഗീയതയ്ക്കും വിഭാഗീയതയ്ക്കുമെതിരെ സതീശൻ പലപ്പോഴും സ്വീകരിച്ചത് യഥാർത്ഥ ഇടതു സമീപനമെന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. ആരോപണങ്ങളും വിവാദങ്ങളും വാനോളം ഉയർന്നപ്പോഴും അയാൾ പതറിയില്ല. എപ്പോഴും ഭരണപക്ഷത്തിന്റെ പ്രധാന ടാർഗറ്റായിരുന്നിട്ടും ശക്തമായി പ്രതിരോധിച്ചു. നിയമസഭയിൽ ഇടതുപക്ഷത്തിലെ അധികായനായ ഐസക്കിനെ മലർത്തിയടിച്ച ലോട്ടറി സംവാദത്തിന്റെ അതേ വാക്ചാതുരി സതീശൻ വീണ്ടും തുടർന്നു, സഭയിലും പുറത്തും. ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയില്ലല്ലോ. അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചാൽ നമ്മൾ മറുപടി കൊടുത്താൽ പിന്നെ കണ്ടം വഴി ഓടുകയെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ സോഷ്യൽ മീഡിയയിലെ ഭാഷയാണ്. പക്ഷേ പിന്നെ അതിനെപ്പറ്റി ഒരു പിടിയില്ല. 1964 മെയ് 31 എറണാകുളം ജില്ലയിലെ നെട്ടൂരിൽ രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത ഒരു സാധാരണ കുടുംബത്തിൽ ജനനം. KSUവിലൂടെ തുടക്കമിട്ട രാഷ്ട്രീയ പ്രവേശം. MG സർവകലാശാല യൂണിയൻ ചെയർമാൻ സ്ഥാനം തുടങ്ങി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ മുഖമായി നിന്ന കാലം മുതൽ മുൻനിര പോരാളിയും നേതാവും. റോൾ മോഡൽ കോൺഗ്രസ് നേതാവായ G കാർത്തികേയനായിരുന്നു. പഠനം പൂർത്തിയാക്കി അഭിഭാഷകനായെങ്കിലും തെരഞ്ഞെടുത്തത് സജീവ രാഷ്ട്രീയം. മലയാളത്തിൽ ഇന്നും ക്ലാസിക് കൾട്ടായി കണക്കാക്കുന്ന ശ്രീനിവാസൻ തിരക്കഥ എഴുതി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത സന്ദേശം എന്ന സിനിമ
തന്റെ രാഷ്ട്രീയ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് സതീശൻ തന്നെ ഒരിക്കൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സിനിമയുടെ സ്വാധീനമോ അതോ അനുഭവങ്ങളോ? അയാൾ യാഥാർത്ഥ്യബോധമുള്ള നേതാവായി വളർന്നു. (2001) മുതൽ തുടർച്ചയായി ഇടത് ചായ്വുള്ള പറവൂർ മണ്ഡലത്തിൽ നിന്നും നിയമസഭാ സാമാജികൻ. കഴിഞ്ഞ 5 വർഷം കേരളത്തിൽ UDF, പ്രത്യേകിച്ചും കോൺഗ്രസ്, ഏറെ പ്രതിസന്ധിയിലായ നാളുകളിൽ പാർട്ടിയെ നയിച്ച പോരാട്ടവീര്യം. അതാണ് കോൺഗ്രസിന് സതീശൻ. കേരളം കണ്ട കോൺഗ്രസിന്റെ കരുത്തനായ പ്രതിപക്ഷ നേതാവായിരുന്ന വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന VD സതീശൻ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഒന്നാമനാണ്. ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രി. പാരമ്പര്യത്തണലിലല്ലാതെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ദ റിയൽ ക്യാപ്റ്റൻ എന്ന് അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. തെരഞ്ഞെടുപ്പ് വിജയം പോലെ തന്നെ മറ്റൊരു പോരാട്ടമായിരുന്നു സതീശന് ഈ മുഖ്യമന്ത്രി പദവിയും. പ്രവൃത്തി പരിചയത്തിന്റെ വർഷക്കണക്കുകൾ വെച്ച ചർച്ചകൾക്കും പിന്തുണ തേടൽ സമരങ്ങൾക്കും ഫ്ലെക്സ് ബോർഡ് വിപ്ലവങ്ങൾക്കുമൊടുവിൽ നേതൃത്വം അംഗീകരിച്ചു. നയിച്ചവൻ തന്നെ നായകൻ. ഞാനിവിടെ എത്തിയതിന് അവരോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചത്. 10 വർഷം നീണ്ടുനിന്നൊരു ഭരണം അവസാനിപ്പിച്ച് 102 സീറ്റോടു കൂടിയാണ് അധികാരത്തിലെത്തിയത്. ആ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ ചെയ്തു തീർന്നു. കഠിനാധ്വാനം ചെയ്ത് പൂർണ്ണമായ അർപ്പണബോധത്തോടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ, കേരളത്തെ മാറ്റിയെടുക്കാൻ, പുതിയ ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ, ഒരു പുതുയുഗത്തിന് തുടക്കമിടാൻ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കഠിനാധ്വാനം ചെയ്യും. രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന കഠിനാധ്വാനവും അവർക്ക് വേണ്ടി അർപ്പണബോധത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തിയുമാണ് എന്ന് ഞങ്ങൾ അതിൻ്റെ നിർവചനം മാറ്റി എഴുതും.